ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് പഴം വെച്ചിട്ട് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ പഴം വെച്ചിട്ട് പഴംപൊരിയൊക്കെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക, എന്നാൽ അതിലേറെ ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇട്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ. എന്നാൽ നല്ലോണം പഴുത്ത് അലിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക കേട്ടോ. ഒരു പഴത്തിനെ ഞാൻ 8 പീസാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കോട്ടിങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്കൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പഴം അത്യാവശ്യം നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് മാത്രം എടുക്കുക പഞ്ചസാരൻ്റെ അളവ്. എന്നിട്ട് ഒരു പിഞ്ച് മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കൻ്റെ അധികം ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല സിമ്പിളാണ്. എപ്പോഴും നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇതിൻ്റെ ഫാനേക്കാരട്ടോ എല്ലാവരും. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാനൊന്നത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലൂസും അല്ല എന്നാൽ നല്ല ടൈറ്റും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. ഇതിലേക്ക് ആവശ്യം ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ബ്രെഡ് പൊടിച്ചെടുത്താലും മതി കേട്ടോ. ബ്രെഡ് പൊടിക്കുമ്പോൾ കുറച്ചൊരു മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് പകരം നിങ്ങൾക്ക് തേങ്ങ ഒന്ന് ചൂടാക്കിയാണ്ട് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബ്രെഡാണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പഴവും ഈ ഒരു മൈദൻ്റെ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ മിക്സിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാവും ഒന്നുകൂടെ നല്ലത്. അതാവുമ്പം അധികം എണ്ണ ഒന്നും കുടിക്കില്ല. ബ്രെഡ് ആകുമ്പം കുറച്ച് എണ്ണ ഒന്ന് കുടിക്കും, എന്നാലും വല്ലാതെ കുടിക്കൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും അതാവുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ഒന്ന് തരിക കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ആക്കുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കി എല്ലാതും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കാണുമ്പോൾ ഇത് പഴം വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്നാക്കാണെന്ന് ആരും പറയില്ല കേട്ടോ. വേറെന്തോ സ്നാക്ക് പോലെ നമുക്ക് തോന്നും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കഴിച്ച് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് പഴം വെച്ചിട്ടുള്ള സ്നാക്കാണെന്ന് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് മീഡിയത്തിനും ലോക്കും ഇടയിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഇത് മിക്സ് ചെയ്യരുത് കേട്ടോ. ഒരു 30 സെക്കൻഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിമുള്ള കോട്ടിങ്ങൊക്കെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു 5 മിനിറ്റൊക്കെ ടൈം എടുക്കും കേട്ടോ. കാരണം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലല്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ആക്കിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഗോൾഡ് ബ്രൗൺ കളറായി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു യെല്ലോ കളറൊക്കെ ആയി വരുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാതും ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗം നല്ലൊരു ക്രിസ്പി ആയിരിക്കും കേട്ടോ. അത് നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും, പുറമെ നല്ല ക്രിസ്പിയാണ്. അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നമ്മളിത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അതാകുമ്പോൾ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴം തന്നെ ആയിക്കാരം കേട്ടോ. അപ്പോൾ ഇത്രയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എപ്പോഴും പഴം മാത്രം പൊരിച്ച് കണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വെറൈറ്റി ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടും അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി സ്നാക്കാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.